ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് പാസീവ് ആക്കേണ്ടത് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യും, WH ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യും, ഇതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് രണ്ട് എക്സാമ്പിൾ, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഒന്നാമത്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതായത് പീപ്പിൾ അറ്റൻഡ് സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ്, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഡു പീപ്പിൾ അറ്റൻഡ് സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ്. ഇപ്പം ഡു പീപ്പിൾ അറ്റൻഡ് എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പോൾ പീപ്പിൾ ഡു അറ്റൻഡ് എന്നായി. അപ്പം ഡു അവിടെ വന്നത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, അപ്പം ഡു സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ഡുവിൻ്റെ ആവശ്യമില്ല. അപ്പം ഡു മാറ്റുമ്പോൾ പീപ്പിൾ അറ്റൻഡ് സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ് എന്നായി. അത് പാസീവ് ആകാനൊരു പ്രയാസമില്ല. സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ് ആർ അറ്റൻഡഡ് ബൈ പീപ്പിൾ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആദ്യം കൊണ്ടിടുക. അപ്പം ആർ സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ് അറ്റൻഡഡ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ബൈ പീപ്പിൾ. ഇത്ര ഉദാഹരണം, ഡു പീപ്പിൾ അറ്റൻഡ് സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ആൻസർ എന്താ? ആർ സ്പീച്ചസ് ഓഫ് ലീഡേഴ്സ് അറ്റൻഡഡ് ബൈ പീപ്പിൾ. പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ എത്തിയെന്നുള്ളതാണ്. ഈ ഡൂവിന് എന്ത് സംഭവിച്ചു, എപ്പോഴാണ് ഈ ആർ കയറി വന്നത്, ഇങ്ങനെയൊക്കെ ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം, നിങ്ങൾ തന്നെ ചെയ്യുക. രണ്ടാമത്തെ WH ക്വസ്റ്റ്യനാണ് വാട്ട് ഡസ് ഹി സേ. ഇപ്പം വാട്ട് മാറ്റിയിടുക, സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പോൾ ഹി ഡസ് എന്നായി. ഈ ഡസ് അവിടെ വരാൻ കാരണം അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഹി സേസ് എന്നായി. ഹി സേസ് സംതിങ്. പാസീവ് ആകുമ്പം ടു ബി പ്ലസ് പാർട്ടിസിപ്പിൾ സംതിങ് ഈസ് സെഡ് ബൈ ഹിം. സംതിങ്ങിന് പകരം വാട്ട് ഇടുക. അപ്പം എന്നിട്ട് അത് ആദ്യം എഴുതുക. അപ്പം വാട്ട് ഈസ് സെഡ് ബൈ ഹിം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ വേർഡ് മാറ്റിയിടുക, സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമാണ് പാസീവ് ആക്കുക. അതിനെ വീണ്ടും ക്വസ്റ്റ്യൻ വേർഡോടുകൂടി ക്വസ്റ്റ്യനായിട്ട് എഴുതുക. ഇത് വളരെ സിമ്പിളാണ് സംഗതി. ഇത് എങ്ങനെയാണ്, ഏത് അവസരത്തിലാണ് ഡു അല്ലെങ്കിൽ ഡസ് ഇല്ലാതാകുന്നത്, എപ്പോഴാണ് ഈസ് ആം ആർ മുതലായവ കയറി വരുന്നത്, ഇതാണ് നമുക്ക് മനസ്സിലാകേണ്ട സംഗതി. ഡു ഡസ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻ ഉണ്ടാകണമെങ്കിലും ഡു അല്ലെ ഡസ് വേണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ അത് മാറി. അതിനെ പാസീവ് ആക്കുമ്പം പിന്നെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒന്നിലും ഈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആറായിരിക്കും, അല്ലെങ്കിൽ ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. ക്ലിയർ ആയതോ? സോ കൂടുതൽ എക്സാമ്പിൾ ചെയ്യുക. സംശയം വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റോ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അന്നേരം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ.